നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈദികൻ എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സ്പർശിക്കുന്നതായ സംഭവങ്ങൾ ഇതിലെ കടന്നു പോയിട്ടില്ല. തന്നെയല്ല, നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ എനിക്ക് അവഗാഹം പോരാ. ഇത് ഞാൻ ജനത്തിൻ്റെ സൈഡിൽ നിന്ന് പിതാവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഇപ്പോൾ I am from the part of the people. 23 സഭകളുണ്ട്, ചേർന്നതാണ് കത്തോലിക്ക സഭ, അല്ലേ? നമ്മളെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒരേ സമയം നമ്മൾ സീറോ മലബാർ സഭയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ സ്ഥാനം കണ്ടെത്തിയ മലങ്കര സഭയ്ക്ക് അവർക്ക് അവരുടേതായ അസ്തിത്വമുള്ളതുപോലെ തന്നെ 24ാമത്തെ കത്തോലിക്ക സഭാ കൂട്ടായ്മയുടെ ഉള്ളിലെ സഭയായി കോട്ടയം രൂപതയെ രൂപാന്തരപ്പെടുത്താനുള്ള വ്യവസ്ഥിതികളെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതിന് പ്രായോഗികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഏറ്റവും അവസാനം വരേണ്ടത് ഇതൊരു അപ്പസ്തോലിക ട്രഡീഷനാകണം, സഭ അംഗീകരിക്കണം, അതിന് പ്രത്യേകമായ സ്പിരിച്വാലിറ്റി ഉണ്ടാകണം. അതായത് അതെ അതായത് ഒരു സഭയെ മറ്റൊരു സഭയിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. അതാണ് ഒരു സഭയെ മറ്റൊരു സഭയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിനൊരു ആരാധനക്രമമുണ്ട്, അതിനൊരു അപ്പസ്തോലിക പാരമ്പര്യമുണ്ട്, അതിനൊരു ഡിസിപ്ലിനുണ്ട്, അതിനൊരു ആധ്യാത്മികതയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയും മാർപ്പാപ്പ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ ഞാനൊന്ന് പറഞ്ഞു തീർക്കും. ഇത് എനിക്കൊരു ടെൻഷനിലോട്ട് ഞാനുള്ള കാര്യം പറയുന്നത്. അതിനകത്ത് എനിക്ക് ടെൻഷൻ. നിങ്ങൾ എന്ത് ചോദ്യം ചെയ്താൽ എനിക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമാണ്. ഞാൻ ചിലപ്പം ഒരു വികാരത്തോട് എനിക്ക് ചില കാര്യത്തിൽ എനിക്ക്, കാരണം ഒത്തിരി അധ്വാനിച്ചുകൊണ്ട് ചില കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ആ കാര്യത്തിൽ ഞാൻ ശരിക്കും അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ നിങ്ങളോട് സ്വന്തമായിട്ട് ഒരു വികാരത്തിന് തല സംസാരിക്കേണ്ട കാരണം അതാണ്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് മാർപ്പാപ്പ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു വ്യത്യസ്തമായ ഒരു ചർച്ചയായിട്ട് മാറുന്നത്. ഇതെല്ലാം നിലവിൽ സീറോ മലബാർ സഭയിലുണ്ട്, നമ്മളതിൻ്റെ ഭാഗമാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ വരുത്തണം. ആ വരുത്തുന്ന പല രീതിയിലൂടെയാണ് വരുത്തുക. അപ്പോൾ നമുക്കൊരു ഡോക്ടർ തീസിസ് ഉണ്ട്, അതിനകത്തും അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തമായ സഭയാണെന്ന് ആദ്യകാലം തൊട്ട് എന്ന് സമർത്ഥിക്കാനും അതിനൊരു അംഗീകാരം മാർപ്പാപ്പ തരുന്ന സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു 24 നമുക്ക് റെസ്ക്രിപ്റ്റ് പോലും വെച്ചോണ്ട് അമേരിക്കയിലെ കാര്യങ്ങൾ നടക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു സഭയായിട്ട് അംഗീകാരം കിട്ടും. നമ്മൾ ശ്രമിച്ചു നോക്കാം. ഓക്കെ, കാരണം ഞാൻ അച്ഛന് അച്ഛൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അച്ഛൻ പറയട്ടെ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ തീർക്കുകയാണ് അച്ഛൻ്റെ. നമ്മുടെ വൈദിക അൽമായ സംവാദത്തിൽ വനിതകളുടെ പ്രാതിനിധ്യം കുറവായിരുന്നു. അതുകൊണ്ട് അവസാനമായി വനിതകൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പിതാവ് പല കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് UK-യിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? UK-യിൽ പല പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അത് പരിഹരിക്കുന്നില്ല?
അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നേരത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ഇരുന്നതാണ്. ഇന്ന് സീറോ മലബാർ സഭയുടെ എപ്പാർക്കി ഔട്ട്സൈഡ് എപ്പാർക്കിയിൽ 10 എപ്പാർക്കികളുണ്ട്. സീറോ മലബാർ സഭ ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആദിലാബാദ് തൊട്ട് ഗോരഖ്പൂർ വരെ 10 എപ്പാർക്കികളും, സീറോ മലബാർ സഭയുടെ ഇൻസൈഡ് ടെറിട്ടറിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 19 ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം, എറണാകുളം തൊട്ട് തക്കല വരെ 19 എപ്പാർക്കികളും, ഔട്ട്സൈഡ് ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ നമ്മുടെ ചിക്കാഗോ ഡയസിസ് മുകളിൽ ഒരു എപ്പാർക്കിയാണുള്ളത്. അപ്പോൾ ഈ സീറോ മലബാർ സഭ ഇംഗ്ലണ്ടിൽ സീറോ മലബാർ സഭയുടെ ഒരു എപ്പാർക്കി സ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഇന്ന് സീറോ മലബാർ സഭ മറ്റംഗങ്ങൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണോ? ഞങ്ങൾ അത് പിതാവിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ തേടുക അതിന് വേണ്ടി. അതായത് സ്റ്റാനി പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് തെറ്റുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് ടെറിട്ടറിക്ക് വെളിയിൽ 12ഉം ടെറിട്ടറിക്ക് വെളിയിൽ 18ഉം അങ്ങനെ 30 എണ്ണാണ്. 30 ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇന്നലെ ഇതെനിക്ക് ഉറക്കം കളയാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇത് സംശയം തീർക്കാതെ പോയത് വീണ്ടും പ്രശ്നമാണ്. അതാ പറഞ്ഞത്, ഇവരുടെ എല്ലാം ഉറക്കം. എനിക്ക് ഉറക്കം കളയാൻ ഉറക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഉറക്കം ശരിയാക്കിയാൽ. അതിനിടയ്ക്ക് പിതാവ് പറഞ്ഞു കൊടുക്കുകയുള്ളൂ, നമുക്ക് തുടരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നില്ല. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചാർട്ടുകൾ നമ്മുടെ കുട്ടികൾ വളരെ വളരെ അത് കൊച്ചു കുട്ടികളാണ്. ലിറ്റിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് കോമ്പറ്റീഷന് അവർ ഒരുങ്ങി നിൽക്കുന്നതാണ്. നമുക്കെല്ലാം വേണം. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ കുട്ടികൾക്ക് ഇതൊന്നും ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവരാണ്, അതൊക്കെ സമ്മതിക്കുന്നു ഞാൻ. പക്ഷേ എങ്കിൽ പോലും നമ്മളെല്ലാം കൂടെ കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകണം. അതിന് ഹെൽത്തി ഡിസ്കഷൻ വേണം. ഓക്കെ, ആൻസർ പിതാവ് പറയുന്നു. അതായത് നമ്മളിപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുമ്പേ ആ ചോദ്യത്തിന് മറുപടി ഒന്ന് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇത് ഒരു അമേരിക്കൻ വിഷയമായിട്ടല്ലോ ഇതിനെ കാണുന്നത്. ഇല്ല, നമ്മളിതിനെ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയം ഒരു അമേരിക്കൻ വിഷയമായിട്ട് നമ്മളതിനെ ചുരുക്കേണ്ടതില്ല. നമുക്ക് വേണ്ടത് സീറോ മലബാർ അതിർത്തിക്ക് വെളിയിൽ ജ്ഞാനായക്കാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് അജപാലനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുക. അങ്ങനെ മാത്രമേ നമുക്കത് പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു പക്ഷേ അമേരിക്കയിലാവാം, അത് ഇംഗ്ലണ്ടിലാകാം, ഓസ്ട്രേലിയയിലാകാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ടെറിട്ടറിക്ക് വെളിയിൽ ജ്ഞാനായക്കാരുടെ അജപാലനപരമായ കാര്യങ്ങൾക്കുള്ള ഒരു സഭാപരമായ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതാണ് നമ്മൾ അവിടെയും ആവശ്യപ്പെടാനായിട്ട് പോയിരിക്കുന്നതും അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. മേജർ ആർച്ച് ബിഷപ്പ് എനിക്ക് തോന്നുന്നു അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. ലാസ്റ്റ് അച്ഛൻ്റെ ലാസ്റ്റ് ചോദ്യം കൊണ്ട് നിർത്താം. കാരണം ഈ ഒരു വിഷയം കൊച്ചുപിള്ളേരുടെ പ്രശ്നമുണ്ട്. അത് നമ്മൾ അല്ല പിള്ളേരുടെ രണ്ടാമത്തെ നീ അച്ഛന് തീർന്നു. ഇനി പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാൻ അച്ഛൻ അവസാനം ചോദിച്ചിട്ട് ചോദിക്കും. തെരുവിൽ ഇറങ്ങുന്ന നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലോ. ഓക്കെ, അച്ഛൻ്റെ അവസാനത്തെ ചോദ്യം. രണ്ടാമത്തേത് എൻ്റെ ഒരു I do not know whether I am intellectual or emotional, but എന്നിലൊരു ഭയമുണ്ട്. മലങ്കര രൂപതയായി തിരിയുമ്പോൾ നമ്മുടെ ആൻറ്റിയോക്യൻ ചർച്ചിനോട് ചേർന്നും നമ്മുടെ കോട്ടയം രൂപത എന്ന് പറയുമ്പോൾ ഞാനൊരല്പം വക്രബുദ്ധിയോടെ മുന്നോട്ടൊന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ അതൊരു ഭയം. ഇപ്പോൾ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയ്ക്കകത്തായിരിക്കുന്ന നമ്മുടെ രൂപതയെ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇച്ചിരി എക്സാജറേറ്റഡ് ആണ്, ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിലുള്ള വളഞ്ഞ വഴികൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൻ്റെ ബുദ്ധിയോടെ ഇതിനെ മലങ്കരയും കൂടെ ആക്കി അപ്പുറയും കൂടെ ആക്കിയാൽ ഒരു കാലത്ത് നാമാവശേഷമാകാൻ മറ്റു വഴികളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ അല്പം മുന്നേ ചിന്തിക്കുകയാണ് അല്ലേ എന്നൊന്ന് ആലോചിക്കും. അച്ഛൻ പറയുന്നത് 1% പോലും ഞാൻ യോജിക്കുന്നില്ല. എനിക്കത് യോജിക്കാൻ കഴിയില്ല. ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ ഒരു കാരണവശാലും എനിക്കത് യോജിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ആശങ്കയ്ക്ക് ആവശ്യമില്ല. കാരണം ഈ സഭയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് ഈ സഭ നമ്മളെ തള്ളിക്കളയും, നമ്മുടെ അമ്മ നമ്മളെ തള്ളിക്കളയുമെന്ന് എനിക്ക് ബോധ്യമില്ല. നമ്മുടെ അമ്മയാണ് സീറോ മലബാർ സഭ. ആ അമ്മ നമ്മളെ തള്ളിക്കളയുമോ എന്ന് എനിക്ക് ബോധ്യമില്ല. നമ്മുടെ ഒരു അമ്മമാരും നമ്മളെ തള്ളിക്കളയില്ല. നമ്മൾ അങ്ങനെ സംശയത്തോടു കൂടി ഇതിനെ കാണേണ്ടതില്ല, അവതരിപ്പിക്കേണ്ടതുമില്ല.
കാരണം അമ്മ ഒരിക്കലും മക്കളെ തള്ളിക്കളയില്ല. ആ അമ്മയിലൂടെയാണ് നമ്മൾ നാളിതുവരെ വളർന്നത്. ആ അമ്മയിലൂടെയാണ് ലഭിച്ച സംരക്ഷണം നമുക്ക് ഇന്നുണ്ട്. ആ സഭ നമ്മളെ തീർച്ചയായിട്ടും സംരക്ഷിക്കും. ആ അമ്മ എന്ന നിലയിൽ ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിതാക്കന്മാർക്കുണ്ട്. ആ പിതാക്കന്മാരെ നിർവഹിച്ചിരിക്കും. ഉറപ്പാണ്. ഈ സീറോ മലബാർ സിനഡിലൂടെ ആ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ആ അമ്മ നമ്മളെ സംരക്ഷിക്കും. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് കോട്ടയം രൂപതയിലെ ബിഷപ്പുമാരുണ്ടാകും. ആണ് ഏതാ ആ രൂപതയാണ്, ആ സിനഡാണ് ഒരു മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പിനെ തന്നത്. ആ രൂപതയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സഹായമെത്രാനായിട്ട് തീർന്നത്. ആ രൂപതയിൽ ഭാവിയിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സിനഡ് തന്നെ മുൻകൈ എടുത്ത് ഒരു സഹായമെത്രാന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അവസാനം റൂം വേണ്ടെന്ന് പറഞ്ഞത് അറിയാവോ? ഇത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം?